പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ബ്രേക്കിംഗ് ന്യൂസ് WWE, റോ, സ്മാക്ഡൗൺ, NXT തുടങ്ങിയ ബ്രാൻഡുകളിൽ നിന്ന് 10ലധികം സൂപ്പർ സ്റ്റാർസിനെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു. അത് ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേത് ഡക്കോട്ട കായ് എന്ന് പറയുന്ന റെസ്ലറാണ്. ഡക്കോട്ട കായ് ഡാമേജ് കൺട്രോളിലെ ടീം അംഗമാണ്. റോ ബ്രാൻഡിൻ്റെ സൂപ്പർ സ്റ്റാറാണ്. ഡക്കോട്ട കായ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഇഞ്ചുറി മൂലം മാറി നിൽക്കുകയാണ്. താരത്തിൻ്റെ ഇഞ്ചുറി മാറി തിരിച്ചു വരാൻ തയ്യാറാണെന്നത് സോഷ്യൽ മീഡിയയിലേക്ക് ഡക്കോട്ട കായ് അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതിൻ്റെ ഇടയിലാണ് ഇന്ന് ഡക്കോട്ട കായ് റിലീസ് ചെയ്തു എന്നുള്ളൊരു വാർത്ത നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ആരാധകരെ സംബന്ധിച്ച് ഈ വാർത്ത ഞെട്ടിക്കുന്നതായിരുന്നു. ഡക്കോട്ട കായുടെ ഭാവി എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്സ് ഇനി വരുന്ന ദിവസങ്ങളിലെ വീഡിയോസിൽ പങ്കുവെക്കാം. രണ്ടാമത്തെ റെസ്ലർ NXT ബ്രാൻഡിലെ കോറ ജേഡ് ആണ്. കോറ ജേഡ് എന്ന് പറയുന്ന താരം NXTയിലേക്ക് വന്നതിന് ശേഷം ആ താരത്തിന് കിട്ടിയ പുഷ് അനുസരിച്ച് മെയിൻ റോസ്റ്ററിലേക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു റെസ്ലറായിട്ടായിരുന്നു ആരാധകർ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്ക് മെയിൻ റോസ്റ്ററിലേക്ക് വരുന്നതിൻ്റെ സൂചനകൾ നൽകിയിട്ടുണ്ടായിരുന്നു. NXT TNA റെസ്ലിംഗുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കോൺട്രാക്റ്റ് ഉണ്ടാക്കിയപ്പോൾ TNA റെസ്ലിംഗിലും പോയിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കോറ ജേഡിൻ്റെ ഉറ്റ സുഹൃത്തും റോക്സിനി പെരസ് എന്ന് പറയുന്ന റെസ്ലറുമായിട്ടുള്ള ഒരു സ്റ്റോറിയൊക്കെ കിടിലനായിരുന്നു. പക്ഷേ കോറ ജേഡിനെ പുറത്താക്കാനുള്ള ഒരു തീരുമാനമാണ് TKO എന്ന് പറയുന്ന WWEയുടെ പാരന്റ് കമ്പനി സ്വീകരിച്ചിരിക്കുന്നത്. കാരണം വ്യക്തമല്ല. കോറ ജേഡ് ലുക്ക് കൊണ്ടും വർക്ക് കൊണ്ടും ഏറ്റവും മെയിൻ റോസ്റ്ററിന് പറ്റിയൊരു റെസ്ലറായിട്ടായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നത്. ഷോൺ മൈക്കിൾസിൻ്റെ ഇഷ്ടതാരങ്ങളിൽ ഒരാളായിരുന്നു. CM പങ്കിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു. പക്ഷേ താരത്തെ പുറത്താക്കിയത് എന്ത് എന്നുള്ളൊരു വലിയ ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. മൂന്നാമത്തെ റെസ്ലർ ജിജി ഡോളിൻ എന്ന് പറയുന്ന റെസ്ലറാണ്. NXT ബ്രാൻഡിലെ തന്നെ താരമാണ്. ഈ റെസ്ലറിന് മിഡ് കാർഡിന് അപ്പുറത്തേക്ക് മറ്റൊരു കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരം NXT ക്രിയേറ്റീവ് ടീം കൊടുത്തതായിട്ട് തോന്നിയിട്ടില്ല. ജിജി ഡോളിൻ എന്ന് പറയുന്ന റെസ്ലറിനെ പുറത്താക്കാൻ എടുത്ത ഒരു തീരുമാനം അത്ഭുതപ്പെടുത്തുന്നത് ആയിരുന്നില്ല. മുൻപേ പുറത്താക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ ചില ആരാധകർക്ക്, ജിജി ഡോളിൻ്റെ ആരാധകർക്ക് ഈ ഒരു റിലീസ് വളരെ ഷോക്കിംഗ് ആണ് എന്നുള്ളതും സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ജിജി ഡോളിൻ എന്ന് പറയുന്ന റെസ്ലറിന് TNA റെസ്ലിംഗ് ഇനി നല്ലൊരു ഭാവിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത്രയും നല്ല ഒരു മികച്ച ഒരു ക്യാരക്ടർ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു റെസ്ലറാണ്. എന്താണ് താരത്തിൻ്റെ ഭാവി എന്നുള്ളത് നമുക്ക് ഇനി വരുന്ന ആഴ്ചകളിൽ കണ്ടു തന്നെ അറിയാം. ലിസ്റ്റിലെ 4മത്തെ റെസ്ലർ ഫോർമർ യൂണിവേഴ്സൽ ചാമ്പ്യനായ ബ്രോൺ സ്ട്രോമൻ ആണ്. ബ്രോൺ സ്ട്രോമൻ ഇത് രണ്ടാമത്തെ തവണയാണ് WWEയിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്നത്. ബ്രോൺ സ്ട്രോമന് റിലീസ് ചെയ്യപ്പെട്ട വാർത്ത എല്ലാ ആരാധകർക്കും ഷോക്കിംഗ് ആയിരുന്നു. ആദ്യം റിലീസ് ചെയ്യപ്പെട്ടതിന് ശേഷം അതിൻ്റെ പിറ്റേ വർഷം തിരികെ വന്ന് പിന്നീട് മെയിൻ റോസ്റ്ററിൽ ആക്റ്റീവായിട്ട് നിന്ന് കുറേയധികം കിഡിലൻ സ്റ്റോറികൾ ബ്രോൺ സ്ട്രോമൻ ചെയ്തു. ഇപ്പോൾ ഇതാ 2 ആഴ്ച മുൻപ് വരെ ബ്രോൺ സ്ട്രോമന് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോറിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ജക്കബ് ഫാറ്റു, സോളോ സിക്കോവ, അതുപോലെ തന്നെ LA നൈറ്റിൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി, ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു താരം, അതും ഫോർമർ യൂണിവേഴ്സൽ ചാമ്പ്യൻ ആയിട്ടുള്ള താരത്തെ എന്തുകൊണ്ട് പുറത്താക്കി എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. ബജറ്റ് കട്ട് എന്നുള്ളൊരു കാരണം പറയാൻ സാധിക്കുമെങ്കിലും ഇങ്ങനെ ആക്റ്റീവായി സ്റ്റോറി ചെയ്ത് ആരാധകർക്കിടയിൽ നിൽക്കുന്ന താരത്തെ റിലീസ് ചെയ്യാനെടുത്ത ഒരു തീരുമാനം മണ്ടത്തരമായിരുന്നു എന്നുള്ളതാണ് പല കൂട്ടുകാരും സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നത്. ബ്രോൺ സ്ട്രോമനെ റിലീസ് ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് ഫൈറ്റ്ഫുൾ സെലക്റ്റും PW ഇൻസൈഡറും റിപ്പോർട്ട് ചെയ്യുന്നത്. 5മത്തേതും 6മത്തേതും ഒരു ടാഗ് ടീമാണ്. കേഡൻ കാർട്ടർ, കൻഡാന ചാൻസ്, ഫോർമർ WWE വിമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ഈ ഒരു ടീമിനെ പുറത്താക്കി എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. മെയിൻ റോസ്റ്ററിൻ്റെ ഭാഗമായിട്ട് വന്ന ഈ ഒരു ടീം നല്ല കിടിലൻ വിമൻസ് ടാഗ് ടീം മത്സരങ്ങൾ നമുക്ക് സമ്മാനിച്ചിരുന്നു. പക്ഷേ ഇവരെയും ഇപ്പോൾ WWE പുറത്താക്കിയിരിക്കുന്നു. ഇവർക്കൊക്കെ ഇനി TNA റെസ്ലിംഗ് അല്ലെങ്കിൽ AEW നല്ലൊരു ഓപ്ഷനായിരിക്കും. ഇവർക്ക് നല്ലൊരു കഴിവുണ്ട്. ആ ഒരു കഴിവൊക്കെ നമ്മൾ മെയിൻ റോസ്റ്ററിൽ റോയലും സ്മാക്ഡൗണിലും ഒക്കെ കണ്ടതാണ്. കിടിലമായിട്ടുള്ള ഒരു ഹൈ ഫ്ലൈയിങ് തലത്തിലുള്ള മത്സരങ്ങളാണ് ഇവരുടേതായി നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. എന്തായാലും കമ്പനി ഇവരെ പുറത്താക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. 7മതായി WWE പുറത്താക്കിയത് ഷൈന ബേസ്ലർ എന്ന് പറയുന്ന റെസ്ലറിനെയാണ്. ഷൈന ബേസ്ലർ മെയിൻ റോസ്റ്ററിൽ ആക്റ്റീവായിട്ടുള്ള റെസ്ലറായിരുന്നു. കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ ആക്റ്റീവ് അല്ല. ഷൈന ബേസ്ലറിനെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള റിലീസുകളൊക്കെ വരുന്ന സമയത്ത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ടോ എന്നുള്ളത്. എന്നാൽ എല്ലാ ലിസ്റ്റിൽ നിന്നും ഒഴിഞ്ഞു മാറി വന്ന് ഇപ്പോൾ ഇതാ 2025 റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഷൈന ബേസ്ലർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ടാഗ് ടീം ഡിവിഷനിൽ മാത്രമായിരുന്നു. ഫോർമർ NXTയുടെ വുമൻസ് ചാമ്പ്യനായിരുന്നു. WWE വുമൻസ് ടാഗ് ടീം ചാമ്പ്യനായിരുന്നു. അങ്ങനെ ഒരു ചാമ്പ്യനൊക്കെ ആകാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും മെയിൻ റോസ്റ്ററിൽ എടുത്ത് പറയത്തക്ക വിധത്തിൽ ഒരു മെയിൻ ഇവൻറ്റ് പിക്ചറിലേക്ക് വുമൻസ് ഡിവിഷനിൽ ഷൈന ബേസ്ലറിന് വലിയ രീതിയിലൊന്നും കയറി വരാൻ സാധിച്ചിരുന്നില്ല. MMA ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ ഉണ്ടായിട്ട് പോലും ഷൈന ബേസ്ലറിനെ മെയിൻ റോസ്റ്ററിൽ ഒരു ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പൊക്കെ കൊടുത്ത് വലിയ രീതിയിൽ പുഷ് ചെയ്യാനും ക്രിയേറ്റീവ് ടീമിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോഴത്തെ ലിസ്റ്റിൽ ഷൈന ബേസ്ലറും റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നു.
എട്ടാമത്തെ റെസ്ലർ എഡ്ഡി തോർപ്പ് എന്ന് പറയുന്ന റെസ്ലറാണ്. എഡ്ഡി തോർപ്പ് NXT ബ്രാൻഡിൻ്റെ ഭാഗമാണ്. എഡ്ഡി തോർപ്പ് NXTയിൽ അണ്ടർഗ്രൗണ്ട് മത്സരങ്ങളൊക്കെ കളിച്ച് ആരാധകർക്കിടയിൽ നല്ലൊരു മുഖമായി മാറി വരുന്ന ഒരു സമയത്താണ് എഡ്ഡി തോർപ്പിനെ റിലീസ് ചെയ്തിരിക്കുന്നത്. ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൽ നിന്നാണ് താരത്തെ NXTയിലേക്ക് WWE കൊണ്ടുവന്നത്. NXTയിൽ തന്നെ അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്ന മത്സരങ്ങൾ കളിക്കുന്ന ഒരു സ്റ്റൈൽ ഓഫ് മത്സരങ്ങൾക്ക് വളരെ ആപ്റ്റായിട്ടുള്ള റെസ്ലറായിരുന്നു. ഇപ്പോൾ ഇത് അവസാനം അദ്ദേഹത്തിന് NXT ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ലൈനിൽ വരെ ഇടം നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എഡ്ഡി തോർപ്പിനെ റിലീസ് ചെയ്തിരിക്കുന്നു. 9ാമത്തെ റെസ്ലർ എന്ന് പറയുന്നത് റിലി ഓസ്ബോൺ എന്ന് പറയുന്ന NXT ബ്രാൻഡിലെ മറ്റൊരു റെസ്ലറാണ്. അദ്ദേഹം ഇതുപോലെ ഒരു മിഡ് കാർഡ് ലെവലിനപ്പുറം കയറി വരുന്നതായിട്ട് കാണാൻ സാധിച്ചില്ല. ആദ്യം ഒരു ജോബറായിരുന്നു, പിന്നീട് ചേസ് യു യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു മിഡ് കാർഡ് ലെവലിലേക്ക് എത്തി. അതിനപ്പുറത്തേക്കും താരത്തെ അവർ പുഷ് ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു സമയം ആയിട്ടുണ്ടായിരുന്നില്ല. ആ താരത്തെയും ഇപ്പോൾ WWE റിലീസ് ചെയ്തിരിക്കുന്നു. ഏറ്റവും അവസാനമായി അറിയാൻ സാധിച്ചത് ഗേലസ് എന്ന് പറയുന്ന ഫോർമർ NXT ടാഗ് ടീം ചാമ്പ്യന്മാരെ റിലീസ് ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ്. ഗേലസ് എന്ന് പറയുന്ന ടീമിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്, റോക്കി റസൽമീനിയ 40ൻ്റെ ഭാഗമായി തിരികെ വരുന്ന സമയത്ത് റോക്കിനെ ട്രെയിൻ ചെയ്ത ഒരു 3-അംഗ ടീമായിരുന്നു ഗേലസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ റിലീസ് ചെയ്യാനെടുത്ത ഒരു തീരുമാനം വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഈ 3-അംഗ ടീം അല്ലെങ്കിൽ ഒരു ഫാക്ഷൻ എന്ന് പറയാൻ പറ്റുന്ന ഈ ഒരു ഗേലസിനെ മെയിൻ റോസ്റ്ററിലേക്ക് കൊണ്ടുവന്ന് പുഷ് ചെയ്യുകയാണെങ്കിൽ കിടിലമായിട്ടുള്ള മത്സരങ്ങളും സ്റ്റോറികളും ഈ 3-അംഗ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഇവരെയും NXTയിൽ നിന്ന് നിൽക്കുമ്പോൾ തന്നെ പുറത്താക്കാനുള്ള ഒരു തീരുമാനം ക്രിയേറ്റീവ് ടീമും മാനേജ്മെൻറ്റും എടുത്തിരിക്കുന്നു. ബജറ്റ് കട്ടാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി വരുന്ന മണിക്കൂറുകളിലെ വീഡിയോസിൽ പങ്കുവെക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.